ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കും കുഴപ്പമില്ലാതിരിക്കുന്നു. അമ്മച്ചിയുടെ വയ്യാഴികയുടെ ഉണ്ടല്ലോ, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിൽ കുറേ പേര് വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇട്ട കുറേ നമ്പേഴ്സിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതിലാ 12 ചെയ്തിട്ട് ഞങ്ങളിൽ ഒരു 100-ൽ 98 പേർക്കും കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ചിലർ വിശ്വാസമില്ലാതെയും ചിലർ ഒരു 10 ദിവസം എഴുതും, ബാക്കി ദിവസം വിട്ടുപോയിട്ട് വീണ്ടും എഴുതും. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. നമ്മൾ എഴുതുമ്പം കണ്ടിന്യൂസ് ആയിട്ട് മുടക്കം വരാതെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുറവശങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ആ കാര്യങ്ങൾ നടക്കാതിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ഈ ചിങ്ങമാസത്തിൽ നല്ലൊരു വീഡിയോ, നിങ്ങളുടെ ഏതാഗ്രഹവും നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചോട്ടെ ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും. അങ്ങനെ ഒരു വീഡിയോയാകട്ടോ ഇത്. അപ്പം നിങ്ങളിത് മൊത്തം കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളേ. അപ്പോൾ അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല നമ്പേഴ്സിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്, ഈ ഏഞ്ചൽ നമ്പർ. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിൽ ആഗ്രഹിക്കുക, എന്താണോ നമുക്ക് നടക്കാനുള്ളത് നമ്മൾ അത് മനസ്സിൽ ഓർത്തിട്ട് ഇതുപോലൊരു വൈറ്റ് പേപ്പർ എടുക്കുക. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, റെഡ് മഷി എടുക്കുക. നമ്മൾ തുടക്കം തന്നെ ഞാൻ പറയാണ്, അതിന് ആദ്യമേ തന്നെ നമ്മൾ വൈറ്റ് പേപ്പർ എടുത്തു, റെഡ് മഷിയുള്ള പേനായും എടുത്തു. ഈ പേനായും എടുത്തിട്ട് നമുക്ക് എപ്പോഴും മറ്റൊരാളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് എടുത്ത് കൈകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ഒരാളെ ആശ്രയിക്കണ്ട. അത് എടുത്ത് കൈ പാങ്ങ്, അതല്ലെങ്കിൽ എടുത്ത് കൈ കൊണ്ട് എഴുതാൻ വശമില്ലാത്തവരാണെങ്കിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നതും നല്ലതാകട്ടോ. ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വലത്ത് കൈയുടെ ഉള്ളം കൈ ഇങ്ങനെ, വലത്ത് കൈയുടെ ഉള്ളം കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ നേരെ പിടിച്ചിട്ട് 33 എന്നെഴുതുക. ഇത് കണ്ടോ, ഇതുപോലെ കണ്ടോ, കറക്റ്റായിട്ട് 33 ആദ്യമേ 3, വീണ്ടും ഒരു 3, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഡോട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 3 എന്ന് എഴുതുക. അതായത് വലത്ത് കൈയുടെ ഉള്ളം കൈയിൽ, അതും റെഡ് മഷി കൊണ്ട് വേണം എഴുതാൻ. എന്നിട്ട് നമ്മൾ ആദ്യമേ ഒരു വൈറ്റ് പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതേലെ 1 നമ്പർ ഇട്ടിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടി, ഇതുപോലെ എഴുതുക. കണ്ടോ എല്ലാവരും, ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടി. അതായത് കയ്യിൽ 33 എന്ന് എഴുതിയതിന് ശേഷം വേണം ഈ വൈറ്റ് പേപ്പറിൽ ഒന്നിട്ടിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയെന്ന് എഴുതാൻ. ആദ്യത്തെ ദിവസം അങ്ങനെ എഴുതി. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ വലത്ത് കൈയുടെ ഉള്ളം കൈയിൽ 33 എന്ന് എഴുതിയിട്ട് നമ്മൾ ആദ്യം എഴുതിയതിൻ്റെ അടിയിൽ 2 നമ്പർ ഇട്ടിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയെന്ന് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ 13 ദിവസവും തുടർച്ചയായിട്ട് എഴുതുക. മുടക്കം ഒന്നും വരരുത്. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് നമുക്ക് കിടക്കുന്നോടം വരെ സമയമുണ്ട്. ഇതിങ്ങനെ വലത്ത് കൈയിൽ എഴുതിയിട്ട് കൈ ചുരുട്ടി പിടിക്കുക. ഈ പേപ്പർ എഴുതിയതിലോട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് കാര്യമാണോ മനസ്സിൽ നമുക്ക് നടന്ന് കിട്ടേണ്ടത്, ആ നടന്ന് കിട്ടേണ്ട ഒരു കാര്യം 13 മിനിറ്റ് നേരം നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ നോക്കി ഇട്ടിരുന്ന വെച്ചിട്ട്, ഇപ്പം നമ്മൾ ഓർക്കുവാണേ, എനിക്ക് കടം കൊടുത്ത കാശ് തിരിച്ച് കിട്ടണം. നമ്മൾ ഈ പേപ്പറിലോട്ട് നോക്കിയിട്ട് മനസ്സിലോ അല്ല ഇച്ചിരി ഉറക്കിയോ, എനിക്ക് കടം കൊടുത്ത കാശ് എനിക്ക് എത്രയും വേഗം തിരിച്ച് കിട്ടണം എന്ന് നമ്മളിങ്ങനെ മനസ്സിരുത്തി 13 മിനിറ്റ് നേരം ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കടം കൊടുത്ത കാശ് എനിക്ക് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ കടം കൊടുത്ത കാശ് എത്രയും പെട്ടെന്ന് മേടിച്ചയാൾക്ക് തിരിച്ച് തരാനായിട്ട് മനസ്സ് തോന്നിച്ച് എൻ്റെ കാശ് തിരിച്ചു കൊണ്ടുവന്ന് തരണം എന്നിങ്ങനെ നമ്മൾ പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണോ പറയാനായിട്ട് തോന്നുന്നത് അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ 13 മിനിറ്റ് നേരം നമ്മൾ മനസ്സിൽ ഈ പേപ്പറിൽ നോക്കി ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നുവെച്ചിട്ട് നിങ്ങൾ കിടക്കാൻ പോവോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു ജോലിക്കോ എന്ത് കാര്യത്തിനും പോകും. ഇപ്പം ഈ കയ്യിൽ എഴുതിയേക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങ്
മാഞ്ഞു പൊക്കോളും. 13 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കാനോ TV കാണാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ ഒന്നും നോക്കരുത് കേട്ടോ. അപ്പോൾ ഈ 13 മിനിറ്റ് നേരം നിങ്ങൾ കറക്റ്റായിട്ടും ഇങ്ങനെ ഇരുന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവ നമ്പറുമാണ്. ഇതിന് ഭയങ്കര ശക്തിയുള്ള നമ്പറാണ്. ഇത് കടവായാട്ടാട്ടെ, അല്ലെങ്കിൽ കല്യാണക്കാരുമായിക്കോട്ടെ, വസ്തു വിൽപ്പനയായിക്കോട്ടെ, മക്കളുടെ വിദ്യാഭ്യാസക്കാരുമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തു പ്രശ്നവും നമുക്കിത് പരിഹരിച്ച് കിട്ടുന്ന ഒരു നമ്പറാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഇതുണ്ടോ 13 വരെ ഞാൻ എഴുതി ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 13 പ്രാവശ്യവും ഇതെല്ലാം എഴുതുക. എഴുതിയേച്ചും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യം അങ്ങ് 13 ദിവസത്തിനുള്ളിൽ നടക്കും എന്നല്ല പറയുന്നത്. നമ്മൾ ഈ കാര്യം അങ്ങ് വിട്ടേ കളഞ്ഞേക്കണം. പിന്നെ അടുത്ത ദിവസം, അതായത് ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ഇതുപോലെ തന്നെ ആലോചിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. അടുത്തത് വേറൊരു കാര്യം, അത് വെച്ചാൽ ആദ്യമേ എഴുതി ഈ കാര്യം തന്നെ ആകരുത്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു 3 ദിവസത്തെ ക്യാപ്പിട്ടിട്ട് ഇതുപോലെ തന്നെ 13 ദിവസം നമ്മൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. കയ്യിലിങ്ങനെ 33 ഒരു ഡോട്ട് ഇട്ടിട്ട് വീണ്ടും 33 എന്ന് എഴുതുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യം വീണ്ടും 13 ദിവസം ചെയ്യുക. എന്നുവെച്ചിട്ട് വീണ്ടും ഒരു 3 ദിവസത്തെ ക്യാപ്പിട്ടിട്ട് അടുത്ത കാര്യം നിങ്ങൾക്ക് എന്താണോ സാധിച്ചു കിട്ടാനുള്ള അതും ഇതുപോലെ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്കൊരു കാശ് മുടക്കില്ല. പ്രത്യേകിച്ച് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും നമുക്ക് സമയം നഷ്ടവും ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുന്നത്. അതായത് ഒരുപാട് കാലതാമസമോ ഒന്നും വരാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പോൾ എഴുതി തുടങ്ങുന്നതിൻ്റെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യം നടന്നു കിട്ടും. അപ്പം നമ്മളിത് എഴുതി വെച്ചിട്ട് നമ്മൾ ഈ കാര്യമേ വിട്ട് കളഞ്ഞേക്കണം. അയ്യോ അല്ലാതെ എനിക്കിത് നടന്നില്ലല്ലോ, അയ്യോ ഞാനിത് ആഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് കിട്ടിയില്ലല്ലോ, ഇങ്ങനെ ഒന്നും വിചാരിച്ചേക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മച്ചിയുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുമായിരുന്നേ. അപ്പം ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഫലം കണ്ടിട്ട് വേണ്ടേ ഞാൻ നിങ്ങളോട് പറയാനായിട്ട്. അമ്മച്ചിയുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുമായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പഞ്ചായത്തിൽ പോയി വീണ്ടും അതെല്ലാം പേപ്പറെല്ലാം റെഡിയാക്കി പിറക്കി കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അമ്മച്ചിക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് അമ്മച്ചീനെ അവിടം വരെ കൊണ്ടുപോയി നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിതിങ്ങനെ എഴുതിക്കൊണ്ട് തന്നെ ഇരുന്ന സമയത്ത് എഴുതി ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു. ഒരു കാര്യം ചെയ്യുക, അമ്മച്ചിയുടെ സൈൻ അമ്മച്ചീനെ കൊണ്ട് ഇടിയിക്ക്, അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഫിംഗറിൻ്റെ ഇത് കൊടുത്താലും മതിയെന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ട് അവർ സ്കാൻ ചെയ്ത് കയറ്റിക്കോളാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നുവെച്ചിട്ട് ഞാനും വിഷ്ണുവും കൂടെ പഞ്ചായത്തിൽ പോയി ഈ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഓണത്തിന് മുമ്പായിട്ട് അമ്മച്ചിയുടെ പെൻഷൻ കിട്ടും. എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് അനുഭവത്തിൽ വന്ന കാര്യമാണല്ലോ നിങ്ങളോട് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഏതാഗ്രഹവും നമ്മൾ മനസ്സിൽ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നമുക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എഴുതുന്ന അന്ന് തന്നെ എനിക്ക് എൻ്റെ കാര്യം സാധിച്ച് കിട്ടി എന്ന് തന്നെ വേണം എഴുതാനായിട്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾക്കിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കേ.